നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ബി ലൈറ്റ് എന്ന ചാനലിലൂടെ നിങ്ങളെ സന്ദർശിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് പകൽ അടുക്കളയിൽ പണിതുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലൂടെ ഓടിയൊരു ചിന്തയാണ്, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ കൈവിടില്ല, ദൈവം കൈവിടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ ഓരോ പ്രാർത്ഥനയിലും ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ പോകും. ഇത്രയും കഷ്ടപ്പാടുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, അപ്പം പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല എന്ന സങ്കടത്തോട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത കയറി വരുന്നത്. നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ദൈവം കൈവിടുകയില്ല. അന്നേരമാണ് ഞാൻ യോനയെ കുറിച്ച് ഓർക്കേണ്ടി വന്നത്. അപ്പം യോന പുസ്തകത്തിലെ യോനയോട് ദൈവം കൽപ്പിക്കുന്നത് അരുളി ചെയ്തത് എന്തെന്ന് വെച്ചാൽ, യോന നിനവെ പട്ടണത്തിന് ചെന്ന് നിനവയ്ക്ക് എതിരായിട്ട് സംസാരിക്കുക, ആ സുവിശേഷം അറിയിക്കുക. ഈ 40 ദിവസം കഴിയുമ്പോൾ ഈ പട്ടണം നശിച്ചു പോകും എന്നാണ് യോനയോട് സംസാരിക്കുവാൻ പറഞ്ഞത്. യോന ഇത് പേടിച്ചിട്ട് തർശീസിലേക്ക് ഓടിപ്പോയി. തർശീസിലേക്ക് ഓടിപ്പോയപ്പോൾ ഒരു കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയോ അവിടെ ഒരു കോളുണ്ടാക്കിയത് അത് ദൈവമാണ്. വലിയൊരു കൊടുങ്കാറ്റുണ്ടാക്കി അതിൽ സമുദ്രത്തിൽ യോനായെ എടുത്തിട്ട് മത്സ്യം യോനാവെ വിഴുങ്ങി 3 രാവും 3 പകലും കഴിഞ്ഞ് കരക്കടിച്ചപ്പോൾ അതിന് ശേഷമാണ് യോന ഇതിനനുസരിച്ച് ചെന്ന് നിനവെ പട്ടണത്തിനെതിരായി സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിച്ചപ്പോൾ നിനവെ പട്ടണത്തിലെ ജനങ്ങൾ അവർ ഉപവാസവും പ്രാർത്ഥനയോടെ ഇരുന്നപ്പം ദൈവം അവരുടെ മനസ്സുകളെ കണ്ട് ദൈവം ആ നിനവെ പട്ടണത്തിന് എതിരായി ഒന്നും സംഭവിക്കാൻ ഇടവരുത്തിയില്ല. ദൈവം നിനവെ പട്ടണത്തിന് നാശമില്ലാതെ ദൈവം ആ നാശത്തിൽ നിന്നും നിനവെ പട്ടണത്തെ രക്ഷിച്ചു. അപ്പം യോനായ്ക്ക് വലിയ കോപം ഉണ്ടായി. യോന ചോദിച്ചു, ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞത്, അന്ന് പിന്നെയും എന്നെ അയച്ചല്ലോ എന്ന്. പിന്നെയും ഒരു രാത്രിയും ഒരു പകലും കൊണ്ടുണ്ടായ ആവണക്കിനെ കുറിച്ച്, തളർത്ത് വന്ന നശിച്ചു പോകുന്ന ഒരു ആവണക്കിനെ കുറിച്ച് യോന സങ്കടപ്പെടുകയാണ്. അപ്പോൾ യേശു ചോദിക്കുന്നു, നീ ഇതിനെക്കുറിച്ച് മാത്രം സങ്കടപ്പെടുന്നുവെങ്കിൽ 1,20,000 ആളുകളും മറ്റേ മൃഗങ്ങളും മൃഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ നിനവെ പട്ടണത്തെക്കുറിച്ച് എനിക്ക് എന്തോരം വലിയ സങ്കടം ഉണ്ടാകും എന്ന് യേശു പറയുന്നു. സങ്കടവും അനുകമ്പയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിനവെ പട്ടണത്തെ രക്ഷിച്ചു. അതുപോലെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ എത്രയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നാലും അതിന് നന്മയിലേക്ക് നയിക്കുവാൻ എന്ന് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. പക്ഷെ നമ്മൾ തളർച്ച ദൈവം കാണുന്നുണ്ട്. അത് എന്നോർത്തുകൊണ്ട് ദൈവം ആ തളർച്ചയിൽ തന്നെ കൊണ്ടുപോയാക്കുന്നില്ല. നമ്മളെ ആ തളർച്ചയിൽ നിന്നും ആ കുഴിയിൽ നിന്നും പിടിച്ച് നമ്മുടെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഓർമ്മയിലൂടെ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, നീ ഈ കഷ്ടങ്ങളെ ഓർത്ത് വിഷമിക്കരുത്, ഈ പ്രയാസങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. നിനക്ക് എന്ത് തന്നെ പ്രയാസം ഉണ്ടെങ്കിലും തന്നെ ദൈവം അത് നിന്നെ കാണുന്നുണ്ട്. അതിനുള്ള അനുഗ്രഹം നിനക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്, നിന്നെ ഇതിലും കൂടുതലായി ബലപ്പെടുത്തുവാനാണ് ദൈവം ഈ ഒരു ചിന്ത എനിക്ക് നൽകിയതെന്ന് ഞാൻ ഓർക്കുന്നു, വിശ്വസിക്കുന്നു. അതിനാൽ നമ്മളും ഈ വചനത്തിലൂടെ വിശ്വസിച്ച് കേട്ടനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ആശീർവദിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.